താരസംഘടനയിലെ അമ്മ താരസംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പരസ്യപ്പോരുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. മുതിർന്ന താരങ്ങളൊക്കെ ഇടപെട്ട് അതൊക്കെ കുറെ ഏറെ പരിഹരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ കുക്കു പരമേശ്വരനെതിരെ ഒരു പടയൊരുക്കം തന്നെ അമ്മ താരസംഘടനയിൽ നടക്കുന്നത്. കുക്കു പരമേശ്വരൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉള്ള വെളിപ്പെടുത്തലുകൾ വരുന്നതിന് മുൻപ് തന്നെ ഈ താരസംഘടനയുമായി ബന്ധപ്പെട്ട് ഉള്ള യോഗത്തിൽ നടന്ന ചർച്ചകൾ, ചില തുറന്നു പറച്ചിലുകൾ, അതൊക്കെ നടന്ന സമയത്ത് റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ, അതിന്റെ മെമ്മറി കാർഡ് കൈവശം വെച്ചിരിക്കുന്നു. ആ മെമ്മറി കാർഡ് കൈവശം വെച്ചുകൊണ്ട് ചിലരെ ഭീഷണിപ്പെടുത്തുന്നു. ആ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരന്റെ കയ്യിൽ ഇരിക്കും കാലം തങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയില്ല. ഇതൊക്കെയാണ് കുക്കു പരമേശ്വരനെതിരെ മറ്റ് താരങ്ങൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. അങ്ങനെ മറ്റൊരു തലത്തിൽ എത്തി നിൽക്കുകയാണ് അമ്മയിലെ സാഹചര്യം. കുക്കു പരമേശ്വരനെതിരെ വലിയ രീതിയിലുള്ള പടയൊരുക്കം താരസംഘടനയിൽ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. താരസംഘടനയായ അമ്മയുടെ പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് കുക്കു പരമേശ്വരനെതിരെ ഇത്തരം ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. നടി പൊന്നമ്മ ബാബുവാണ് ഈ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഹേമ കമ്മിറ്റി വരുന്നതിന് മുൻപാണ് അമ്മയിലെ വനിതാ അംഗങ്ങൾ ഒരുമിച്ചുകൂടി ഈ രീതിയിലുള്ള ദുരനുഭവങ്ങളൊക്കെ പങ്കുവച്ചിരുന്നത്. ആ യോഗം വീഡിയോയിൽ പകർത്തിയതിന്റെ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരനാണ് കൈവശം വെച്ചത്. മെമ്മറി കാർഡിനെ കുറിച്ച് ഇപ്പോൾ ചോദിക്കുമ്പോൾ അത് കൈവശമില്ല എന്ന ഒരു മറുപടി കുക്കു പരമേശ്വരൻ നൽകുന്നു. അതാണ് ഇപ്പോൾ ഭീതിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്നതാണ് ഈ പൊന്നമ്മയും ഒപ്പം തന്നെ ഉഷയും പോലെയുള്ളവർ ആരോപിക്കുന്നത്. കാരണം നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ, അതിന്റെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം SIT രൂപീകരിക്കുന്നു, കേസന്വേഷണവുമായി മുന്നോട്ട് പോകാനൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പോൾ പോലും അവിടെ കമ്മിറ്റിക്ക് മുൻപാകെ തുറന്നു പറഞ്ഞ കാര്യങ്ങളിൽ ഒരു അന്വേഷണം എന്നത് അത് പറഞ്ഞ ആരും ആഗ്രഹിച്ചിരുന്നില്ല. അവർ നേരിട്ട് പരാതി നൽകുന്നത് വിസമ്മതിച്ചിരുന്നു. അങ്ങനെ SITയുടെ പ്രവർത്തനം തന്നെ നിലയ്ക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി. കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എത്തി. അപ്പോൾ അന്വേഷണം ആഗ്രഹിക്കാത്ത മനുഷ്യരാണ് അവർ. കമ്മിറ്റിക്ക് വേണ്ടി കാര്യങ്ങൾ തുറന്നു പറഞ്ഞതാണ്. ഇപ്പോൾ അതേപോലെ താരസംഘടനയുടെ ഒരു യോഗത്തിൽ വളരെ കൂടുതൽ ആളുകൾ തുറന്നു പറഞ്ഞ വിവരങ്ങൾ ഒരാളുടെ കൈവശം തെളിവായി ഇരിക്കുന്നു എന്നത് തങ്ങൾക്ക് ഭീതിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ദുരുപയോഗിക്കുന്നു, ആളുകളെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിക്കുന്നു എന്ന വളരെ ഗൗരവമുള്ള ഒരു പരാതിയാണ് കുക്കു പരമേശ്വരനെതിരെ ഈ സ്ത്രീകളായിട്ടുള്ള അഭിനേത്രികൾ തന്നെ രംഗത്തെത്തി പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ മറ്റു പ്രതികരണങ്ങൾ ഒന്നും കൂടുതൽ ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന കാര്യം അറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നത് കണ്ടറിയേണ്ട സാഹചര്യമാണ് ഉള്ളത്. മറ്റ് താരങ്ങളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുന്നില്ല. പക്ഷേ ഇത് ഒരു കൂട്ടായ ഒരു നീക്കം തന്നെ എന്ന് വേണം നമുക്ക് പറയാൻ. ഒരുപക്ഷെ ഗൗരവമുള്ള വിഷയങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. എന്ത് സംഭവിക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ഈ ആരോപണങ്ങൾ പുറത്തു വരുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിൽ കൂടിയാണ്. നമുക്കറിയാം, നടി ആക്രമിക്കപ്പെട്ട സംഭവം, അതിനുശേഷം ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നു. അതിന് തുടർന്ന് ഏതാണ്ട് 4 വർഷത്തിന് ശേഷം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും SIT രൂപീകരണവും ഒക്കെ നടക്കുന്നു. കേസുകൾ പലതും എടുക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ സർക്കാർ എന്തിതിൽ ചെയ്തു എന്ന ചോദ്യം വളരെ ശക്തമായിരുന്നു. അതിനൊടുവിലാണ് സിനിമാ നയരൂപീകരണം, അതിനുവേണ്ടി കോൺക്ലേവ് ചേരും എന്നതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നത്. ആ പ്രഖ്യാപനം വന്ന് ഏതാണ്ട് 1 വർഷം കഴിയുമ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് ആ കോൺക്ലേവിന് തുടക്കമായിരിക്കുകയാണ്. അതിന്റെ നയരൂപീകരണത്തിനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. അവിടെ ഒരു കരട് നയം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ അമ്മയിലും ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത് എന്നത് നമ്മൾ കാണണം. ഏതായാലും നയരൂപീകരണത്തിൽ ഇതുവരെ സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഒരുപാട് ആശങ്കകളുണ്ട്. അവിടെ സ്ത്രീകൾക്ക് ചേരാത്തൊരു വർക്ക് സ്പേസ് ആണ് എന്നത് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. മാത്രവുമല്ല, കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ, സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന നിരവധിയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ചൂഷണങ്ങൾ, ഇതൊക്കെ പരിഹരിക്കാൻ ഉതകും വിധത്തിലുള്ള നിയമനിർമ്മാണമാണ് ലക്ഷ്യം വെക്കുന്നത്. അതിനുള്ള കരടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന കോൺക്ലേവിൽ ഇത് വിശദമായി തന്നെ ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യലുകൾക്കൊടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് ഒരു നിയമരൂപീകരണത്തിലേക്ക് എത്തുക. അങ്ങനെ ആശാവഹമായ കാര്യം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഴുപ്പലക്കലുകൾ, പരസ്യ ഏറ്റുമുട്ടലുകൾ മറ്റൊരു ലെവലിലേക്ക് എത്തി നിൽക്കുന്നത്.
യോഗത്തിൽ പറഞ്ഞ വെളിപ്പെടുത്തലുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കുക്കു പരമേശ്വരൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നു എന്ന വലിയ ആരോപണമുയരുന്നത്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നവർ മറ്റേതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങളോടുകൂടിയാണോ ഇത് പറയുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. എന്താണ് അമ്പയിൽ സംഭവിക്കുന്നത് എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. 15-നാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ആ സമയത്തൊക്കെ വരെ ഈ ഏറ്റുമുട്ടലുകൾ തുടരുമോ എന്നതാണ് അറിയേണ്ടത്. അതേസമയം ഒരു ഭാഗത്ത് കോൺക്ലേവുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയ്ക്ക് ഗുണം കിട്ടുന്ന തരത്തിലുള്ള ചില നല്ല നീക്കങ്ങൾ കൂടി നടക്കുകയാണ്. നമ്മൾ പോകുന്നു ഫോക്കസ് നമ്പർ 5ലേക്ക്. ട്രംപ് ഇത് എന്ത് ഭാവിച്ചാണ് ഇന്ത്യക്കെതിരെ വ്യാപാര തീരുവ ഉയർത്തിയത്, ഒപ്പം തന്നെ അതിൽ പിഴ ഉൾപ്പെടുത്തിയത് ഒക്കെ? ട്രംപ് അങ്ങനെയുള്ള കടുത്ത നീക്കങ്ങളിലേക്ക് കടന്നതിന് കാരണങ്ങൾ പലതാണ്. അതിൽ ഏറ്റവും പ്രധാനം അമേരിക്കയുടെ വിലക്ക് മറികടന്നുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ട്രംപിനെ ചൊടിപ്പിച്ച കാരണം എന്നത് വളരെ വ്യക്തമാണ്. ഇന്ന് ട്രംപ് തന്നെ അതൊന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിച്ചെന്ന് കേട്ടതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലും സൈനിക ഉപകരണങ്ങളും വാങ്ങിയതിന് ഇന്ത്യക്ക് പിഴ ചുമത്താൻ അമേരിക്ക തീരുമാനിച്ചതിന് പിന്നാലെയാണ് ട്രംപ് മാധ്യമങ്ങളോട് ഇക്കാര്യം പറയുന്നത്. അങ്ങനെയാണ് ഞാൻ കേട്ടത്. അത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ശരിയാണെങ്കിൽ അത് നല്ല നടപടിയാണ്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം എന്നതാണ് ട്രംപ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ താൻ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നതിന്റെ കാരണം ട്രംപ് തന്നെ തുറന്നു പറയുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ വ്യാപാര നയതന്ത്ര നയങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് 25% പകരം തീരുവയും ഒപ്പം തന്നെ പിഴയും ട്രംപ് പ്രഖ്യാപിച്ചത്. നല്ല സുഹൃത്താണ് എന്ന് പറയുമ്പോഴും ഇന്ത്യയുമായുള്ള കച്ചവടത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് നേട്ടമൊന്നുമില്ല. വളരെ കുറച്ച് കച്ചവടം മാത്രമേ അമേരിക്കയ്ക്ക് നടത്താൻ കഴിയുന്നുള്ളൂ. ഞങ്ങളിൽ നിന്ന് മറ്റാരും വാങ്ങാത്തത്ര തീരുവ പിടിക്കുന്നു. ഇതൊക്കെയാണ് ട്രംപ് ഇന്ത്യക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. മാത്രവുമല്ല, റഷ്യയുമായി ചേരുന്നു, വിലക്ക് ലംഘിച്ച് റഷ്യയുമായി കൂട്ടുകൂടുന്നു എന്നുള്ള സാഹചര്യം കൂടി ട്രംപ് എടുത്തു പറഞ്ഞു. US വ്യാപാരത്തിൽ തന്റെ രാജ്യത്തിന് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൽ 4570 കോടിയുടെ കമ്മിയുണ്ട് എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിനാണ് ഇന്ത്യക്ക് പിഴ കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ അതിനൊടുവിലാണ് ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തി എന്നൊരു കാര്യം ട്രംപ് സൂചിപ്പിക്കുന്നത്. റോയിറ്റേഴ്സിൽ വന്ന ചില വാർത്തകൾ ട്രംപ് ഇതിന് അടിസ്ഥാനമാക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട പെട്രോളിയം കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഒരാഴ്ചയ്ക്ക് നിർത്തിയെന്ന ഒരു റോയിറ്റേഴ്സ് വാർത്തയുണ്ടായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ട്രംപ് ഈ വിവരങ്ങൾ നൽകുന്നത്. പക്ഷേ ഓരോ സമയത്തെയും വിലയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഈ എണ്ണ വ്യാപാരം അല്ലെങ്കിൽ എണ്ണ പർച്ചേസ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് രാജ്യത്ത് എണ്ണവില സാഹചര്യങ്ങൾ നോക്കിയാണ് രാജ്യത്ത് ഇത്തരം ക്രയവിക്രയങ്ങൾ നടക്കുന്നത് എന്നതാണ്. ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല എന്നത് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ട്രംപിന് എവിടെ നിന്ന് ഈ വാർത്ത കിട്ടിയെന്ന് അറിയില്ല. ട്രംപ് തന്റെ മനോവിചാരം ഇങ്ങനെ പറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം ഇന്ത്യ കൂടുതൽ സമ്മർദ്ദങ്ങൾക്ക് പോകേണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അനുനയ നീക്കത്തിന് പോകേണ്ട എന്നൊരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരുന്നു. കാരണം നമുക്കറിയാം, നമ്മൾ UK-യുമായി വാണിജ്യ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. അതിനുശേഷം മറ്റു രാഷ്ട്രങ്ങളുമായുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ സമ്മർദ്ദത്തിന് അടിപ്പെടേണ്ട എന്നത് തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അപ്പോഴും സമ്മർദ്ദം തുടരുന്നു അമേരിക്ക എന്ന് വേണം വ്യക്തമാക്കാൻ. അതിന്റെ സൂചനകളാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ട്രംപ് വാണിജ്യ കരാർ ഏർപ്പെടുന്നതിൽ നിന്ന് പലകുറി ചർച്ചകൾ നടക്കുമ്പോഴും അതൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താത്ത സാഹചര്യമുണ്ടായിരുന്നു. ഈ മാസം പകുതിക്ക് ശേഷം ഇവിടെ തുടർ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് അധിക തീരുവ ഏർപ്പെടുത്തിയ തീരുമാനം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതും വലിയ അനിശ്ചിതത്വം ഉടലെടുത്തിരിക്കുന്നതും. എന്തായാലും എന്താണ് തന്റെ മനസ്സിലിരിപ്പ് എന്നത് ട്രംപ് ആവർത്തിച്ച് പറയുകയാണ്. മാത്രവുമല്ല, റഷ്യൻ തീരത്തിനടുത്ത് വലിയ ആയുധ സന്നാഹമൊക്കെ ഒരുക്കുന്നുണ്ട്. മെദ്വദേവുമായിട്ടൊക്കെ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വാക്കുകൊണ്ട് നടത്തുന്നുണ്ട് ട്രംപ്. എന്താണ് ട്രംപിന്റെ മനസ്സിലെ പദ്ധതി എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്നതാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് സെഗ്മെന്റുകളിലേക്ക് എത്താം.